അതായത് ശ്രീദുക്ക, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. യെസ്. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ബിഗ് ബോസിന്റെ വീഡിയോ ക്ലിപ്പുണ്ട്. അത് റസ്മിൻ ബായി ശ്രീധുവിനോട് എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. കുറെ ടൈം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. രണ്ടുപേരും കൂടി ഗാർഡൻ ഏരിയയിൽ അങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. ആ കിടപ്പിൽ കിടക്കുന്ന സമയത്ത് തന്നെ റസ്മിന് ശ്രീധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് പറയുവാൻ ഒരു നാണമുണ്ട്, ഒരു മടിയുണ്ട്. അതുകൊണ്ട് തന്നെ റസ്മിൻ പറയുന്നുണ്ട്, നീ തിരിഞ്ഞു കിടക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ശ്രീധുവിനെ തിരിച്ചു കിടത്തിയതിന് ശേഷം വളരെ വളഞ്ഞ വഴിയിൽ കൂടിയൊക്കെയാണ് റസ്മിൻ ഈ കാര്യം സംസാരിക്കുന്നത്. അത് പറയുന്നത് തന്നെ ഞാൻ നിന്നോട് ഉള്ള ആ ഒരു അടുപ്പം അതിന് ഒരു അതിര് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെങ്ങനെ പറയണം എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇത് നിനക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരരുത്, അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഇടുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിൽ താൻ പറയുകയാണ്, എനിക്ക് നിന്നോട് ക്രഷ് തോന്നി. ഈ വാക്കുകൾ കേട്ട പാടെ സത്യത്തിൽ ശ്രീധു ഞെട്ടിച്ചിരിക്കുകയാണ്. ഞെട്ടി അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ പോകുന്ന ഒരു ഭാവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതൊരു വലിയ തമാശ കേട്ടതുപോലെ ഇതിങ്ങനെ ആസ്വദിച്ച് ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ ഈ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന, ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ മാറ്റം അത് നമ്മൾ വളരെ സവിശേഷതയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു പെൺകുട്ടിയോട് മനസ്സിനകത്തൊരു പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം ഒരു പെൺകുട്ടിയോട് പോലും തുറന്നു പറയുവാൻ നമുക്ക് ഭയമായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയാൽ എന്തായിരിക്കും തിരിച്ചിങ്ങോട്ട് വരുന്ന റിയാക്ഷൻ, അത് എവിടെയൊക്കെ ഏതൊക്കെ പ്രതിഫലനങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഭയപ്പെട്ട് ഇത് പറയാൻ കഴിയാതെ കൊണ്ട് നടക്കുകയോ, ഒരു ലവ് ലെറ്ററൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അത് ബുക്കിലും പുസ്തകത്തിലുമൊക്കെ സൂക്ഷിച്ചു വെക്കുകയും ഇനി അഥവാ അത് കൊടുക്കുകയാണെങ്കിൽ ഒരു മീഡിയേറ്റർ വഴി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അത്തരത്തിൽ എത്രയോ സിനിമകളും എത്രയോ കവിതകളും എത്രയോ സാഹിത്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ കാലഘട്ടമൊക്കെ അപ്പാടെ പെട്ടെന്ന് ഷട്ടറിടുന്നത് പോലെ അടച്ചു മാറ്റിയിരിക്കുകയാണ്. ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഒരു നവയുഗം പൊട്ടിവിടർന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു, പ്രേമം തോന്നുന്നു എന്നുള്ളത് അത് സ്വാഭാവികമാണ്. റസ്മിന് ഒരിക്കലും ശ്രീധുവിനോട് അങ്ങനെ ക്രഷ് തോന്നാനൊന്നും പാടില്ല, രണ്ടും പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും മനസ്സിൻ്റെയും ശരീരഘടനയുടെയും ഒക്കെ പ്രത്യേകതയാണ്. നമ്മളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലും ഇതൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സീസണിൽ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അഞ്ജു റോഷ്. അഞ്ജു റോഷിൻ്റെ പ്രകടനങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുകയും അതിനൊക്കെ നല്ല ഒന്നാം തരം റിയാക്ഷൻസ് അവിടെ നടത്തുകയും ചെയ്തിരുന്നു. അഞ്ജുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള ആ വികാരങ്ങളെല്ലാം തുറന്നു പറയുക മാത്രമല്ല, അത് ശാരീരികമായി പ്രകടിപ്പിക്കുവാൻ പോലുമുള്ള ഒരു വലിയ ദാഹത്തോടു കൂടി ഓടി നടക്കുന്ന, പരവേശപ്പെട്ട് ഓടി നടക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അഞ്ജു റോഷ് ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിലും ആണിനെ പോലെ മുടി ചീകുകയും ആണുങ്ങളുടെ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് റസ്മിൻ ഭായിയും. റസ്മിൻ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കാഴ്ചകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലായ്പ്പോഴും ഒരു ബോയ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് റസ്മിൻ അവിടെ നടക്കുന്നത്. റസ്മിൻ എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അവർ ഒരു ലെസ്ബിയൻ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ ഒരു സൂചനയൊന്നും ഇതുവരെയും നമ്മുടെ മുൻപിൽ വന്നിട്ട് പോലുമില്ല. പക്ഷേ ആർക്കും ആരോടും തോന്നാവുന്ന വികാരങ്ങളൊക്കെ തന്നെയാണിത്. ആണുങ്ങൾക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോടുമൊക്കെ ക്രഷ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പണ്ടുള്ള കാലഘട്ടത്തിൽ ആൾക്കാർ മൂക്കത്ത് വിരൽ വെക്കുകയും ഷോ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാലഘട്ടം മാറിയിരിക്കുകയാണ്. ബിഗ് ബോസ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ജനകോടികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് തൻ്റെ ഹൃദയത്തിനകത്ത് മറ്റൊരു വ്യക്തിയോട് ക്രഷുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അത് മറച്ചു വെക്കാതെ ഓപ്പണായിട്ട് പറയുവാൻ റസ്മിൻ കാണിച്ച ആ ഒരു വലിയ ധൈര്യമുണ്ടല്ലോ, അതിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ഇതിനോട് വിയോജിക്കുന്ന പ്രേക്ഷകർ ധാരാളം ഉണ്ടായിരിക്കാം. കാരണം നമ്മളുടെയൊക്കെ ഇത്തരത്തിലുള്ള ലൈംഗിക കാഴ്ചപ്പാടുകൾ മറ്റൊന്നാണ്. സമൂഹത്തിൻ്റെ ബഹുസ്വരത അതിനെ നമ്മളിവിടെ മാനിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഇവിടെ വലിയൊരു കൂട്ടം ആൾക്കാർ ഒരേ പാറ്റേണിൽ തന്നെയാണ് ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ചിലതൊക്കെ വേറിട്ട കാഴ്ചപ്പാടുകളും വേറിട്ട ചിന്താഗതികളും വേറിട്ട കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ളവരായിരിക്കും. അവരുടെ ലൈഫാണ്, അവർക്ക് ആ ലൈഫ് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും ആരെയും പ്രണയിക്കാം, മനസ്സിനകത്തുള്ള ഇഷ്ടം മാന്യമായി തുറന്നു പറയുകയും ചെയ്യാം. ഇവിടെ റസ്മിൻ ചെയ്തിരിക്കുന്നത് തനിക്ക് ശ്രീധുവിനോടുള്ള ക്രഷ് തുറന്നു പറയുകയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ്. കാരണം നിനക്കിതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ശ്രീധു അതിനെ ഒരു വലിയ തമാശ പോലെ കേൾക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അങ്ങനെ ആ വിഷയം അവിടെ വിട്ടുകളയുകയായിരുന്നു. ഇതിനപ്പുറത്ത് ഒരു വൾഗാരിറ്റിയിലേക്കൊന്നും ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാതെ പുറകിന് നടന്ന അഞ്ജു റോഷനെ പോലെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊന്നും ഈ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ. അതിൽ തന്നെ വലിയ ആശ്വാസം എന്നേ പറയുവാനുള്ളൂ. എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ്